ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ റോജർ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ മാർക്കോ സിനിമയെ കുറിച്ചിട്ടാണ് ഇപ്പോൾ നടക്കുന്നത് മൊത്തം പ്രശ്നം. കാരണം മാർക്കോ സിനിമ മൊത്തം വയലൻസാണ്. കാര്യം സോറി ഒന്ന് ക്ഷമിക്കുന്നുണ്ട്. കാരണം ഇവിടെ ഫാൻ ഓഫ് ആക്കിയൊക്കെയാണ്. അതായത് നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് നല്ല സ്വെറ്റിങ് ഉണ്ടാവുന്നുണ്ട്. കാരണം പുറത്ത് ഭയങ്കര ചൂടാണ്. അപ്പോൾ ഫാൻ ഓഫ് ആക്കിയൊക്കെയാണ്. ഫാൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ നോയ്സ് നമ്മളെ ഇതിൽ വരും. സോറി, ക്ഷമിക്കണം. അപ്പോൾ പറഞ്ഞു വന്നത് മാർക്കോൻ്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മാർക്കോ മൂവിയാണ്. ഇവിടെ വയലൻസ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് വെച്ചാൽ മാർക്കോനെ ശരിക്കും ഒതുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സംവിധായകൻ സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടൊക്കെ അനൗൺസ് ചെയ്തിട്ട് ഇപ്പോൾ അതെന്താ പറയുക, അതൊക്കെ പിന്നെ എന്താണെന്ന് നമുക്ക് ദൈവത്തിന് കണ്ടറിയാം. അപ്പോൾ ഈ ഒരു മാർക്കോ പടം മാത്രമാണോ ഒന്ന് നമ്മുടെ സമൂഹത്തിൽ വയലൻസ് ഉണ്ടാവാനുള്ള കാരണം? അല്ലെങ്കിൽ ആ പടം അല്ലെങ്കിൽ അത് OTT നിന്നോ അല്ലെങ്കിൽ ടെലിവിഷനിൽ നിന്നൊക്കെ വരുന്നത് നിരോധിച്ചത് കൊണ്ട് നമ്മുടെ നാട്ടിൽ ഈ വയലൻസും കാര്യങ്ങളും കുറയുമോ? അതല്ല, നമ്മുടെ നാട്ടിൽ വയലൻസ് കുറയണമെന്നുണ്ടെങ്കിൽ ഡ്രഗ്സ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളാണ് നല്ല സ്ട്രിക്റ്റ് ആക്കിയിട്ട് അതാണ് ഒന്നും കൂടി ഇതാക്കേണ്ടത്. അല്ലാണ്ട് ഈ മാർക്കോ പടം എന്താ പറയുക അതിനെ നിരോധിച്ചത് കൊണ്ട് മാത്രം ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയിലത്തെ കുറേ ഡയറക്ടർമാരും പ്രൊഡ്യൂസർമാരും ഒക്കെ ഇതിൻ്റെ പിന്നിൽ ശരിക്ക് കളിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കോ ഒരു രീതിയിലും ആൾക്കാർ ചിന്തിക്കാത്ത രീതിയിൽ ഹിറ്റടിച്ചു. കാരണം കേരളത്തിലാണെങ്കിലും ഫുൾ സൂപ്പർ ഹിറ്റ് പടം ഇതായിട്ട് നല്ല 100 കോടി ക്ലബിൽ പടം ഓൾറെഡി കയറുകയും ചെയ്തു. അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻ ബെൽറ്റിലും പടം അത്യാവശ്യം ഹിറ്റ്. തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് അവിടെയൊക്കെ ഒരു റേഞ്ചിൽ പടം എത്തി. ഒരു KGF, മലയാളത്തിൻ്റെ ഒരു KGF തന്നെ പറയാൻ ഉയർന്നു വന്നൊരു പടം തന്നെയാണ് മാർക്കോ. ആ മാർക്കോ എന്ന് പറഞ്ഞ പടത്തിന് ഡിമാൻഡ് ചെയ്യണ ആ ഒരു വയലൻസ് മാത്രം തന്നെയാണ് ആ പടത്തിൽ കാണിച്ചിട്ടുള്ളൂ. ഇപ്പോൾ വയലൻസ് ഇല്ലാത്ത മൂവീസ് ഇപ്പോൾ ഏത് മൂവീസ് ഇല്ലാത്ത ഇന്നിപ്പോൾ വിക്രം എന്ന് പറഞ്ഞ പടം എത്രയോ ഹിറ്റ് അടിച്ച പടം, ആ പടത്തിൽ എന്ത് വയലൻസ് ഇല്ലേ? അതിൽ എത്രയോ വയലൻസ്. ഈ സന്താനത്തിൻ്റെ ക്യാരക്ടർ ചെയ്യണത് വയലൻസ് എത്രയുണ്ട്. ആ ഓട്ടോറിക്ഷയിൽ വെച്ചിട്ടുള്ള ആ ഓരോ രംഗങ്ങൾ. അതുപോലെ ഈ നമ്മുടെ റോളക്സ് വന്നിട്ട് അവസാനം കാണിക്കണ രംഗങ്ങൾ, അതെന്താ ആ സമയത്തൊന്നും വയലൻസ് കൂടുതലാണെന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഈ മലയാള സിനിമയിൽ ഉണ്ണി മുകുന്ദൻ ഇപ്പം ഈ മാർക്കോയിൽ വയലൻസ് കാണിച്ചു, അല്ലെങ്കിൽ ആ പടത്തിൽ മാത്രം വയലൻസ് ഉള്ളതെന്ന് പറഞ്ഞിട്ടാണ് വേദന. അങ്ങനെയാണെങ്കിൽ എത്രയോ പടങ്ങൾ നിരോധിക്കാനുണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ ഈ വട ചെന്നൈ, അതുപോലെ തന്നെ നിരോധിക്കുകയാണെങ്കിൽ വെബ് സീരീസ് നിരോധിക്കണം. ഇന്ന് തിയേറ്ററിൽ ആളുകൾ സിനിമ കാണുന്നേക്കാളും കൂടുതൽ OTT-യിലാണ് പ്ലാറ്റ്ഫോമുള്ളത്. അതിലൊക്കെ എത്ര എത്രയോ വയലൻസിൻ്റെ പടങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്നു. അപ്പോൾ അതൊന്നും ഇതാക്കാൻ പറ്റില്ലേ? നിരോധിക്കുകയാണെങ്കിൽ എല്ലാ ഇതും നിരോധിക്കണം. ആ രീതിയിലുള്ള പടങ്ങളും അല്ലെങ്കിൽ ആ വെബ് സീരീസും. ഈ ടെലഗ്രാം എത്രയുണ്ട്, ടെലഗ്രാമിൽ ഇപ്പോൾ എത്ര കൊറിയൻ പടങ്ങളുണ്ട്. ഈ കൊറിയൻ പടങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതൊന്നും ഒന്നല്ല, മാർക്കൊന്നും ഒന്നല്ല, അതിനേക്കാളും 10 ഇരട്ടി ഇതുള്ള വയലൻസുള്ള പടങ്ങൾ ഇന്ന് ആൾക്കാർ കണ്ടിട്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടൊക്കെയാണ് ഈ മാർക്കോ വന്നേക്കണം. മാർക്കോയിൽ അത്ര വലിയ വയലൻസ് എന്ന് പറയാനൊന്നും അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഫസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരു മലയാള സിനിമ ഇത് കാണുന്നത് കൊണ്ട് ആൾക്കാർക്ക് തോന്നുന്നുണ്ടാവും. അല്ലാണ്ട് ഈ മാർക്കോ കണ്ടിട്ട് ഇവിടുത്തെ ആൾക്കാർ വെട്ടാനും കുത്താനും നടക്കും തോന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ വേറെ ഉണ്ടാവുന്നുണ്ട്. ഈ രാഷ്ട്രീയത്തിൽ എത്രയോ വെട്ടും കുത്തും കൊലകളും എന്തൊക്കെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എല്ലാ ആൾക്കാരും നാളെ ഒരു വാളും കത്തിയും വെട്ടത്തിൽ വെട്ടാൻ നോക്കും ആൾക്കാരനെ. അതൊന്നുമില്ല. ഇതൊക്കെ ചിന്താഗതിയുടെ പ്രശ്നമാണ്. പിന്നെ ഇതിൽ കുറേയുള്ള ഗെയിമുകളുണ്ട് സിനിമയുടെ ഉള്ളിൽ തന്നെ. ആ സിനിമ ഈ മാർക്കോ സിനിമ ഇറങ്ങുന്ന സമയത്ത് തന്നെ മുൻനിര കുറേ ടീമുകൾ, ഈ പിഷാരടി ആയാലും പിന്നെ എന്താ ഈ ജാഫർ ഇടുക്കി, അതൊക്കെ കുറേ മാർക്കോനെ ഇങ്ങനെ തകർക്കാനൊക്കെ നോക്കി. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ നന്നാവുന്നത് കണ്ടോടാ അവർക്കും. അതായത് ഉണ്ണിമുഖത്ത് എന്ന് വെച്ചാൽ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ട്, അല്ലാണ്ട് ഒരു താരരാജാവിൻ്റെ മകനോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരാളൊന്നല്ല ഉണ്ണിമുകുന്ദൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ലോഹിദാസ് എന്ന് പറഞ്ഞ സംവിധായകന് കത്തയച്ചിട്ട് അങ്ങനെ വന്ന് ഓഡീഷനിൽ കൂടെ വന്ന്, അതായത് ഒരു ഫിലിം ബാക്ക്ഗ്രൗണ്ടുള്ള ഒരാളല്ല ഉണ്ണിമുകുന്ദൻ. അങ്ങനെ കയറി വന്ന അവൻ്റെ സ്ട്രഗിൾ കൊണ്ട് കയറി വന്ന, അല്ലെങ്കിൽ ആ രീതിയിൽ ഫിസിക്ക് മെയിൻറ്റെയിൻ ചെയ്ത അങ്ങനെയുള്ളൊരു രീതിയിൽ വന്നിട്ടുള്ളൊരു നടനെ തകർക്കുക. ആ ഒരു പൊസിഷനിലേക്ക് ഇന്നത്തെ താരരാജാക്കന്മാരെന്ന് പറഞ്ഞ ആളുകൾക്ക് എത്താൻ പറ്റണില്ല. അവരെന്ന് വെച്ചാൽ അവർ ഓൾറെഡി നേടിക്കഴിഞ്ഞു. അവരൊരു ഇപ്പം മമ്മൂട്ടി ആയാലും മോഹൻലാലായാലും അവരെന്നൊക്കെ പറഞ്ഞാൽ അവർ ഓൾറെഡി അവരുടെ രീതിയിൽ അവരുടെ ബിസിനസ് ആയാലും അല്ലെങ്കിൽ അവരുടെ ആക്ടിങ് ചെയ്തായാലും അല്ലെങ്കിൽ അവരുള്ള ജനറേഷൻ്റെ കാര്യം അവരൊക്കെ അതൊക്കെ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത് മമ്മൂട്ടി മോഹൻലാലും ചെയ്യുന്നതല്ല ഞാൻ പറഞ്ഞത്. ഇതൊക്കെ അതിൽപ്പെട്ട കുറേ ലോബികളും കാര്യങ്ങളും അവരൊക്കെയാണ് അതിൻ്റെ പിന്നിൽ കളിക്കുന്നത്. അപ്പോൾ ഈ ഒരു മാർക്കോനെ തകർക്കാൻ നോക്കുക. അതിന് അതിൻ്റെ സംവിധാനം തന്നെ പറയാം. അതെനിക്ക് കണ്ടപ്പോൾ ഇനി എൻ്റെ പടങ്ങളിൽ അങ്ങനെ വയലൻസ് ഉണ്ടാവില്ല.
ഓക്കെ, അങ്ങനെ ഒരു അത് അവരുടെ ഇഷ്ടം. ഞാനൊരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രം. കാരണം ഇത് മാത്രം പറഞ്ഞിട്ട് ഇതാക്കരുത്. അങ്ങനെയാണെങ്കിൽ എത്രയോ പടങ്ങളുണ്ട്, എത്രയോ വെബ് സീരീസ് ഉണ്ട്. നമുക്ക് വിരലിലെണ്ണാവുന്നതിനൊക്കെ കൂടുതൽ വയലൻസ് ഉള്ള ഇതുണ്ട്. ഈ മറ്റേ കൊറിയൻ പടങ്ങളും ഇംഗ്ലീഷ് പടങ്ങളും കാര്യങ്ങളും ഇതൊക്കെ വെറും വിരോധാഭാസമായ കാര്യങ്ങളാണ്. അപ്പോൾ ഈ സ്പൈഡർമാൻ കണ്ടിട്ട് ഞാൻ സ്പൈഡർമാനാന്ന് പറഞ്ഞിട്ട് എൻ്റെ കൈയിൻ്റെ മേലെ വല വരുന്നതുകൊണ്ട് ആരെങ്കിലും പോയിട്ട് ചാടുമോ? അല്ലെങ്കിൽ മാർവൽ സീരീസ്, അല്ലെങ്കിൽ പിന്നെന്താ ഈ അവഞ്ചർ സീരീസ്, അതൊക്കെ കണ്ടിട്ട് ആൾക്കാർ ഇതേപോലെ ഞാൻ സൂപ്പർ ഹീറോ എന്ന് പറഞ്ഞിട്ട് നടക്കുമോ? ഇപ്പം പിറ്റേ ദിവസം പിടിച്ചിട്ട് മറ്റേ ഭ്രാന്താശുപത്രിയിൽ കൊണ്ടാക്കില്ലേ? അപ്പോൾ അതാണ്, ഇതൊന്നും എന്താ പറയുക, ഇതിനെ ഒരിക്കലും നമ്മൾ അതിനായിട്ടൊന്നും കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല. ഫിലിം വേറെ, റിയാലിറ്റി വേറെ, റീൽസ് വേറെ, റിയൽ ലൈഫ് വേറെ. ആ രീതിയിൽ കണ്ടാൽ മതി. അപ്പോൾ അതിന് കാണേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഏറ്റവും പ്രശ്നമുള്ളത് ഡ്രഗ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ഡ്രഗ്സിനെ നിയന്ത്രിക്കുക, അതിനുള്ള ബോധവൽക്കരണം സ്കൂളുകളിൽ കൊടുക്കുക, അല്ലെങ്കിൽ വീടുകളിൽ കൊടുക്കുക. അതൊക്കെയാണ് വേണ്ടത്. അല്ലാണ്ട് ഈ മാർക്കോ സിനിമ നിരോധിച്ചിട്ട് കേരളം നന്നാക്കാമെന്നൊന്നും ആരും വിചാരിക്കേണ്ട. ഇവിടെ നിരോധിക്കേണ്ടത് ഡ്രഗ്സ്, നിരോധിച്ചുള്ള തന്നെയാണ് ഡ്രഗ്സ്. പക്ഷെ അതിനെ അത് എവിടെ നിന്ന് വരുന്നു, അതിൻ്റെ അവൈലബിലിറ്റി എങ്ങനെ കുറയ്ക്കണം, അതൊക്കെ നമ്മുടെ ഗവൺമെൻറ്റും നമ്മുടെ സർക്കാരുകളും അവരും ഇതൊക്കെ സപ്പോർട്ട് ചെയ്യേണ്ടത്. അല്ലാണ്ട് ഈ മാർക്കോ പടം OTT നീക്കുന്നത് അതൊക്കെ എന്തോ ഒരു ഭയങ്കര ആവേശത്തിലാണ് പറയണതെന്ന് അറിയോ? മാർക്കോ പടം അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറയട്ടെ, ഈ ഇലുമിനേറ്റി. അപ്പോൾ ഇലുമിനേറ്റിനെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യണ ആളാരാ മലയാള സിനിമയിൽ? പൃഥ്വിരാജ് അല്ലേ? പൃഥ്വിരാജിൻ്റെ പടം. അപ്പോൾ എമ്പുരാനിലായാലും ഇലുമിനേറ്റി, ലൂസിഫറിലായാലും ഇലുമിനേറ്റിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസാണ്. അപ്പോൾ ഈ ഇലുമിനേറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, അതും ഈ വയലൻസിൻ്റെ കാറ്റഗറിയിലൊക്കെ വരുന്ന സംഭവങ്ങൾ തന്നെ. അതിലൊക്കെ നടക്കുന്നത് ഈ ഡാർക്ക് വെബും അങ്ങനത്തെ കുറേ ഇൻ്റർനാഷണൽ സ്പൈസിൻ്റെ മറ്റേ സ്പൈ കാര്യങ്ങൾ, അതിൻ്റെ ഇതൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതിൽ ആൾക്കാർ അട്രാക്റ്റ് ആവില്ലേ? അല്ലെങ്കിൽ ഒരു ഡോൺ മൂവീസ്, അപ്പോൾ അത് കാണുമ്പോൾ ആളുകൾക്ക് അത് ഡോൺ ആവാൻ തോന്നില്ലേ? ഇത് ഓരോ ആളുകളും ആ കാണുന്ന ആളുകൾ അത് എങ്ങനെ എടുക്കുന്നു എന്നുള്ള ചിന്താഗതിയിൽ മാത്രമേ ഉള്ളൂ. അപ്പം നിരോധിക്കും പറയുകയാണെങ്കിൽ എല്ലാ രീതിയിലേക്കും ഇതൊക്കെ കണക്ഷൻ വരും. അങ്ങനെയാണെങ്കിൽ ഒരു സിനിമയും കാണാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഏറ്റവും നല്ലത് കാർട്ടൂൺ ഇറക്കുക, മറ്റേ കുട്ടികൾക്ക് പറ്റിയ കാർട്ടൂണ്, മറ്റേ മോഗ്ലി, ഹീമാൻ, അല്ലെങ്കിൽ ശക്തിമാൻ ഇറക്കാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ആരെങ്കിലും ബിൽഡിംഗ് നിന്ന് ഇങ്ങനെ തിരിഞ്ഞിട്ട് ചാടി അതും പ്രശ്നമാകും. അപ്പോൾ ഏറ്റവും നല്ലത് ഇങ്ങനെ ഓരോ പാട്ടുകളോ അങ്ങനത്തെ കുട്ടികൾക്ക്, ഈ ചെറിയ കുട്ടികൾ കാണില്ലേ, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇറക്കുക. അതൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും ഇരുന്നിട്ട് അതിൽ പിന്നെ വയലൻസും ഇല്ല, ഒന്നുമില്ല, തമാശയും കളിയും ചെറിയൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങോട്ട് പോകും. അപ്പോൾ അങ്ങനത്തെ പടങ്ങൾ പ്രൊമോട്ട് ചെയ്താൽ മതി. ഇത് ബേസിക്കലി ഇതൊക്കെ ഒരു ബിസിനസ്സാണ്. അപ്പോൾ ഇത് ആ രീതിയിൽ കാണുക, സിനിമയായിട്ട് കാണുക, അത് റിയൽ ലൈഫല്ല നടക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് കാണുക. അത്രേ അതിൽ കൊടുക്കാനുള്ളൊരു ഇൻഫർമേഷൻ. അപ്പോൾ ഇത് പറയണമെന്ന് തോന്നി. അപ്പോൾ സൈനിങ് ഓഫ്, റോജർ ടോക്സ്.